നമസ്കാരം. ഗൗരി ലക്ഷ്മിയും വേടനും ഈ അടുത്ത കാലത്ത് നമ്മൾ അധികം പേരും വളരെ വിവാദങ്ങൾ സൃഷ്ടിച്ച രണ്ടുപേരാണ് ഈ രണ്ടുപേരും, ഗൗരി ലക്ഷ്മിയും വേടനും. അതിനകത്ത് ഇവരുടെ രണ്ടുപേരുടെയും പാട്ടുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA 4ാം സെമസ്റ്ററിൽ പാഠ്യവിഷയമാക്കിയിരുന്നു. വേടന്റെ പാട്ട് നമ്മുടെ മൈക്കിൾ ജാക്സന്റെ പാട്ടുമായിട്ട് കമ്പാരിസൺ ആണ് കൊടുത്തിരുന്നത്. അതേപോലെ തന്നെ ഗൗരി ലക്ഷ്മിയുടെ ഒരു പാട്ടും അജിതാ ഹരെ എന്ന് പറയുന്ന ഒരു പാട്ടും അതിനകത്ത് പാഠ്യവിഷയമാക്കിയിരിക്കുന്നു. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ആ രണ്ട് പാട്ടുകളും പാഠ്യവിഷയം ആക്കേണ്ട എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുമോ? ഞാനും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരുന്നു. കാരണം എത്രയോ മഹാന്മാരുടെ പാട്ടുകാരൊക്കെ നമ്മുടെ, അല്ലെങ്കിൽ കവികളും ഒക്കെ ഉണ്ട് നമ്മുടെ, അവരുടെ ഒന്നുമില്ലാതെ ഈ പോപ്പുലർ ആവുമ്പം, പെട്ടെന്ന് വൈറൽ ആവുമ്പം അവരെയൊക്കെ ഇങ്ങനെ കൊണ്ട് ഇതുപോലൊക്കെ ചെയ്യേണ്ട, പാഠ്യവിഷയമാക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം പറയാമോ? കാരണം അതിനകത്ത് പല അഭിപ്രായമുള്ളവർ കാണുമല്ലോ. എനിക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ പലതും വൈറലായി കഴിയുമ്പോഴാണ്, ഇപ്പൊ ഒരാൾക്ക് ജോലി കിട്ടണമെങ്കിൽ അയാൾ വൈറലാവുന്നുള്ള അവസ്ഥയായിപ്പോയി. സാധാരണക്കാർക്കും അല്ലെങ്കിൽ അതിനേക്കാളും എത്രയോ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊന്നുമില്ല, പക്ഷെ വൈറലായി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളും എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഒരു അവസ്ഥയായിട്ടുണ്ട് ഇപ്പോഴത്തെ നാട്ടിൽ. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇപ്പം വൈറലാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേടന്റെ പാട്ടൊന്നും മോശമാണെന്നല്ല പറയുന്നത്, ഗൗരിലക്ഷ്മിയുടെ പാട്ടും ഞാൻ വളരെയധികം ആസ്വദിക്കുന്നതാണ്. പക്ഷെ അതൊക്കെ പാഠ്യവിഷയമാക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നിങ്ങളൊക്കെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട്.